എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. 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 യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. 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 വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്നത് ഉൽപ്പത്തി പുസ്തകം 13-10 വാക്യമാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശം ഒക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗൊമോരയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം പോലെയുമായിരുന്നു. ആമേൻ. ആ കാലഘട്ടത്ത് ഏറ്റവും നല്ല സ്ഥലമായിരുന്നു സൊദോം. അബ്രഹാം ലോത്തിനോട് നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോളം പറഞ്ഞപ്പോൾ അവൻ ഒരിക്കലും പറഞ്ഞില്ല, അബ്രഹാമേ നീ എനിക്ക് തരിക. മറിച്ച് അവൻ സാധ്യതയിലേക്ക് നോക്കി, സാധ്യതയിലേക്ക് നോക്കി. എന്നത്തെ എൻ്റെ ഒരു സന്ദേശം ഇതാണ്: നിങ്ങൾ സാധ്യതയിലേക്ക് നോക്കരുത്, ദൈവത്തിങ്കിലേക്ക് നോക്കണം. ഇന്ന് നല്ലതായിട്ട് സാധ്യതകൾ പലതും തോന്നും, എന്നാൽ നാളുകളിൽ അതെന്തായി തീരുമെന്ന് നമുക്കറിയില്ല. ആമേൻ. ഇന്ന് നല്ലതായി തോന്നുന്ന പലതും നാളുകളിൽ സോദോമായി അധംപതിക്കാൻ സാധ്യതയുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. അത് ഒരു ദേശമായിക്കൊള്ളട്ടെ, അതൊരു ജോബായിക്കൊള്ളട്ടെ, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഫാമിലിയുടെ തിരഞ്ഞെടുപ്പായിക്കൊള്ളട്ടെ, എപ്പോഴും നമ്മൾ നോക്കുന്നത് സാധ്യതകളെയാണ്. പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് നാളുകളിൽ എന്തായിത്തീരും നമുക്കറിയില്ല. അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നോക്കുക. ലോത്ത് സാധ്യതയിലേക്ക് നോക്കി അതങ്ങ് തിരഞ്ഞെടുത്തു. എന്നാൽ അവിടെ അബ്രഹാം സൈലന്റ് ആണ്. അവൻ സാധ്യതയിലേക്ക് നോക്കിയില്ല, ദൈവത്തിങ്കിലേക്ക് നോക്കി. ആമേൻ. ഞാൻ നിങ്ങളെ ഈ ഒരു വചനത്തിലൂടെ ഓർപ്പിക്കുന്നു, ഇന്ന് കാണുന്ന പച്ചപ്പ് പലതും നാളുകളിൽ പച്ചപ്പായി തുടരണമെന്ന് നിർബന്ധമില്ല. അവിടെയാണ് നമുക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നത്. ഇന്നത്തെ നോക്കും, നാളുകളെ കാണത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കിന്ന് ആവശ്യം ലോത്തിൻ്റെ പോലത്തെ ഒരു കണ്ണല്ല, നമുക്കിന്ന് ആവശ്യം അബ്രഹാമിൻ്റെ പോലെ ഒരു കണ്ണാണ്. അവൻ ദൈവത്തിങ്കിലേക്ക് നോക്കി. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളെ ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തുന്നു. ലോത്തിൻ്റെ കണ്ണുകളല്ല നമുക്ക് വേണ്ടത്, അബ്രഹാമിൻ്റെ കണ്ണുകൾ പോലത്തെ ഒരു വിശ്വാസത്തിൻ്റെ കണ്ണാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ, ആമേൻ. അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ കാത്തിരുന്നു. സ്തോത്രം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനും മരിച്ചതിനെ ജീവിപ്പിക്കുന്നവനെന്നും അവൻ വിശ്വസിച്ചു. ആമേൻ. ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്നവൻ. ഹല്ലേലൂയ. ഇന്ന് ചില നഷ്ടങ്ങൾ വന്നവരാണ് നിങ്ങൾ. സാധ്യതകളെ സഞ്ചരിച്ച് ചിലപ്പോൾ പരാജയപ്പെട്ടവരായിരിക്കും നിങ്ങൾ. പക്ഷെ ഇന്ന് കർത്താവ് നിങ്ങളെ ഓർപ്പിക്കുന്നു, ഒരിക്കൽ കൂടി കർത്താവിലേക്ക് തിരിയണം. എല്ലാത്തിനകത്തും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നടക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിനെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ സാധ്യതകൾ പലപ്പോഴും ഞങ്ങളെ കർത്താവെ തകർച്ചയിലേക്ക് നയിക്കുമ്പോൾ, പരിശുദ്ധാത്മാവെ അതിൻ്റെ മധ്യത്തിൽ ഞങ്ങൾ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ, കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു കർത്താവെ പദവിയിലേക്ക് അങ്ങ് ഞങ്ങളെ നയിക്കുന്നതിന് നന്ദി പറയും.
യേശുവിൻ്റെ നാമത്തിൽ വചനം കേൾക്കുന്ന ഈ കുടുംബവും ഈ വ്യക്തികളും കർത്താവെ അവർ ദൈവത്തിങ്കിലേക്ക് നോക്കട്ടെ. അവർ കർത്താവെ മുൻപിലുള്ള സാധ്യതകളെ നോക്കാതെ കർത്താവ് ദൈവത്തിങ്കിൽ ആശ്രയിച്ച്, ആശയ്ക്ക് വിരോധമേ ആശയോടെ പ്രത്യാശയോടെ കർത്താവെ അങ്ങിൽ ആശ്രയിച്ച് കർത്താവ് ദൈവഹിതം പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് അവരെ സഹായിക്കണം. അവരുടെ ജീവിതത്തിൽ അവരെടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ഏറ്റവും ദൈവഹിത പ്രകാരമായി മാറുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ചില സാധ്യതകളെ നോക്കി സഞ്ചരിച്ച് പരാജയപ്പെട്ട ചിലർ ഇവിടെ നിൽപ്പുണ്ട്. ഇത് അവർ കേൾക്കുന്നുണ്ട്, അവർക്ക് തന്നെ പറയുന്നുണ്ട് അബദ്ധം പറ്റിപ്പോയി, പരാജയപ്പെട്ടു പോയി. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി വീണ്ടും ഒരു ചാൻസ് കർത്താവ് കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. അങ്ങ് എപ്പോഴും ഞങ്ങൾക്ക് അവസരങ്ങൾ തരുന്ന ദൈവമാണ് യേശുവിൻ്റെ നാമത്തിൽ. അതുകൊണ്ട് അത്ഭുതകരമായ ഒരവസരം അവർക്ക് വേണ്ടി കർത്താവ് തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ പുതിയ വഴികളും പുതിയ വാതിലുകളും പുതിയ നന്മകളും യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. അവർ സാധ്യതകളെ നോക്കാതെ ദൈവത്തിൽ നോക്കി ഓരോ ദിവസവും അവരുടെ ജീവിതത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളൊക്കെ ദൈവത്തോട് ചോദിച്ച് ചെയ്യുവാൻ സഹായിക്കണമേ. അപ്പാ, എനിക്കറിയില്ല, അങ്ങേക്ക് അറിയാവോ, അങ്ങനെ സഹായിക്കണമേ. ഇത് തിരഞ്ഞെടുക്കണമോ, ഈ വഴി പോകണമോ? ആമേൻ. തിരഞ്ഞെടുപ്പിൽ വന്ന ബദ്ധങ്ങളെ കർത്താവെ അത്ഭുതമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു, ഉയർത്തുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ വലിയൊരു കൃപ കൂടെയുണ്ട്. ആമേൻ. ഇന്ന് നിങ്ങളുടെ സാധ്യതകൾ നോക്കിയാൽ ഒന്നും നിങ്ങളുടെ മുമ്പിലില്ലായിരിക്കും. പക്ഷെ നിങ്ങളൊരു ദൈവശബ്ദം കേട്ടിൽ നിൽക്കുന്നത്, ഇന്ന് മരുഭൂമി പോലെ നിൽക്കുന്നത് നാളുകളിൽ സ്തോത്രം അത് ഉദ്യാനം പോലെയാകും. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.